അപ്പോൾ നമുക്ക് ഈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടി ഒന്ന് നോക്കിയതിന് ശേഷം എറണാകുളത്തെ സാഹചര്യം ഒന്ന് പരിശോധിക്കണം. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇടത്തരം അതല്ലെങ്കിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനുമുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, വയനാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും അതേപോലെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നതായി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കനത്ത മഴയെ തുടർന്ന് സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ഇന്നത്തെ HDC ആൻഡ് BM പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. പുതിയ തീയതികൾ പിന്നീട് അറിയിക്കുമെന്നും അറിയിച്ചു. അതേപോലെ കോഴിക്കോട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. അതിനെ മറ്റൊന്ന് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലും ഇപ്പോഴത്തെ ഒരു മഴ സാഹചര്യം കണക്കിലെടുത്ത് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതിനൊപ്പം തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു നമ്മൾ അറിയേണ്ട ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ KSEB നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ്. KSEBയുടെ ലോവർ പെരിയാർ അതേപോലെ പെരിങ്ങൽകുത്ത് ഡാമുകൾക്കൊക്കെ റെഡ് അലേർട്ടാണ്. 2 ഡാമിനും 3ാം ഘട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് പരമാവധിയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് KSEB ഈ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്.